സുരക്ഷിതമായ വാതിലുകൾക്ക് കരുത്തുറ്റ തീരുമാനം വേണം. നിങ്ങളുടെ വീടിന് ഉയർന്ന ഗുണമേന്മയുള്ള സ്റ്റീൽ വിൻഡോകൾ മിതമായ വിലയിൽ സ്വന്തമാക്കാൻ ഒരു അവസരം. സ്റ്റീൽ ഫാബ്രിക്കേഷൻ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ദേശമംഗലം, വരവട്ടൂർ. ഫോൺ 9744935740. പോലീസ് നിരനിരയായിട്ടിരിക്കുകയാണ്. ഇതൊരു ജനാധിപത്യ രാഷ്ട്രമല്ലേ? ഇവിടെ ഈ അച്ചാരം പറ്റിയിട്ട്, പിണറായി വിജയന്റെ അച്ചാരം പറ്റിയിട്ട് ചെറ്റത്തരം കാണിക്കുന്നത് എന്നും അവർക്ക് മാത്രം സെല്യൂട്ട് അടിക്കാൻ പറ്റില്ല. എത്ര തോന്നിയാസം കാണിച്ചോണ്ടിരിക്കുന്നത്. ഒരു ജനാധിപത്യ ഒരാൾക്ക് ഇവിടെ വന്നിട്ട് സ്ലിപ്പ് അടിക്കാൻ പറ്റുമോ? ഈ സിയുടെ അഹങ്കാരം നോക്ക്, ഈ സിയുടെ അഹങ്കാരം നോക്ക്. ഇത്രയും മോശമായിട്ടല്ലേ, ഇത്രയും മോശം ചെയ്തുകൊണ്ടിരിക്കുക. ഈ സിയുടെ അഹങ്കാരം നോക്ക്. ഇത് കൈയടക്കി വെച്ചിരിക്കുക ഈ പോലീസിനെ കൊണ്ട്. ഒരാൾക്ക് കടന്നു പോകാൻ പറ്റും. വെറുതെ പ്രകോപിച്ചോണ്ടിരിക്കുക. ഞങ്ങൾ 700 മീറ്ററിന്റെ അപ്പുറത്താണ് ഞങ്ങൾ ബൂത്ത് കെട്ടിയിട്ടുള്ളത്. ഇവിടെ ഇരിക്കാൻ സമ്മതിക്കില്ല. ഈ സിഐ ഈ ഇലക്ഷൻ ഈ സിഐയോട് നേടാൻ പറ്റില്ല ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്ന. ചെറുതുരുത്തി സിഐക്കെതിരെ ദേശമംഗലത്ത് കോൺഗ്രസ് രംഗത്ത്. കോൺഗ്രസിന്റെ താൽക്കാലിക സ്ലിപ്പ് ബൂത്ത് അനാവശ്യമായി നീക്കം ചെയ്യണമെന്ന് പറഞ്ഞ് സിഐ രാഷ്ട്രീയം കളിക്കുകയാണെന്നും കോൺഗ്രസ്. RSSന്റെ കയ്യിൽ നിന്നും ചെറുതുരുത്തി സിഐ കൊട്ടേഷൻ വാങ്ങിയെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വള്ളത്തോൾ നഗർ പ്രസിഡന്റ് PI ഷാനവാസ് ആരോപിച്ചു. പോലീസും അതുപോലെ തന്നെ സായുധ സേനയും മനഃപൂർവ്വം ഇവിടുത്തെ പ്രവർത്തകരെ പ്രകോപിപ്പിച്ചുകൊണ്ട് UDFന്റെ വോട്ട് വരുന്ന സമയങ്ങളിൽ ഇവിടെ ഒരു പ്രശ്നാന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി കൊട്ടേഷൻ മേടിച്ചിരിക്കുകയാണ്. ഈ ബൂത്തിലിരുന്ന പ്രവർത്തകരെ മുഴുവൻ ഇവിടുന്ന് ആട്ടി ഓടിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഈ ബൂത്തിൻ്റെ ഫ്രണ്ടിൽ ഏകദേശം ഒരു 25ഓളം പോലീസ് സിഐയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ അണിനിരക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് ആർക്കും സ്ലിപ്പ് മേടിക്കാനോ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കോ വോട്ടർമാർക്കോ കടന്നു വരാൻ പറ്റാത്ത സ്ഥിതിയിൽ പിന്നെ മാറ്റിയെടുക്കുക. അത് മാറി നിൽക്കാൻ നമ്മൾ പറയും. നമ്മൾ പറഞ്ഞ സ്ത്രീകൾ കയറുന്നില്ല അവരെ കണ്ടിട്ട്. അപ്പൊ CI പറയുന്നത് ഇത് ഇവിടെ നിൽക്കും, ഒരു തെരുവ് കൊണ്ടേ പോലെ സംസാരിക്കുക. ഇവിടെ നേരത്തെ പിന്നെ ഈ സായുധ പോലീസിലെ ഒരുത്തൻ ഹിന്ദിയിൽ പിന്നെ സ്ത്രീകളെ തെറി വിളിക്കുക. അത് കേട്ടിട്ട് ചോദ്യം ചെയ്ത ഈ മനുഷ്യനെ ഭിന്നശേഷിക്കാരൻ അദ്ദേഹത്തെ പിടിച്ച് തള്ളുക. ഇവിടെ എന്താ നടക്കണം? ഞങ്ങൾ 200 അല്ല, രാവിലെ മുതൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോയിരുന്നു. മനഃപൂർവ്വം ഉച്ചയ്ക്ക് ശേഷം പോലീസും അതുപോലെ തന്നെ അവിടെ പ്രത്യേക സുരക്ഷാ സംവിധാനമുള്ള ആളുകളും മനഃപൂർവ്വം ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ തിരിയുക. ഇപ്പം നിങ്ങൾ കണ്ടില്ല, ഞങ്ങൾ നിൽക്കുന്ന അവിടെ എത്രയും മീറ്റർ അകലെയാണ്. ഇത് പോലീസ് മാറ്റിയല്ല, ഞങ്ങൾ വന്ന് നിന്നാ. ഇനി ഇവിടുന്ന് ഞങ്ങൾ എങ്ങോട്ടാ പോണ്ടി? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞവരെ നിങ്ങൾ നോക്കൂ. പോലീസ് നിങ്ങൾ വന്നപ്പോഴാണ് മാറിയത്. പോലീസ് നിങ്ങൾ വന്നപ്പോഴാണ് മാറിയത്. നിങ്ങൾക്ക് ആ വിഷ്വൽ കാണാം. ഈ CI മനഃപൂർവ്വം ഈ ഇലക്ഷന് മുൻപ് തന്നെ വലിയ കൊട്ടേഷൻ മേടിച്ചിരിക്കുന്നത്. RSSന്റെ കയ്യിൽ നിന്ന് കൊട്ടേഷൻ മേടിച്ചിട്ടാണ് ഈ പണി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിയായ നടപടിയല്ല. മുള്ളൂർക്ക് സംഭവിച്ചു. ഈ CIയുടെ അണ്ടറിലുള്ള മുഴുവൻ സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുക. പോലീസിനെ വിട്ട് ആളുകളെ ഭീഷണിപ്പെടുത്തുക, പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുക. ബൂത്തിനകത്ത് ജനാധിപത്യ രാഷ്ട്രമല്ലേ? ഈ ജനാധിപത്യം ഇങ്ങനെ മുഴുക്ക അടച്ചു കെട്ടി ഇയാൾ എത്ര നേരം പിടിക്കും? ചെറുതുരുത്തി CI അതേല്ലേ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇലക്ഷന് മുൻപേ ഞങ്ങൾ പരാതി കൊടുത്തതല്ലേ? ആ കടയിൽ കയറി കട അടയ്ക്കാൻ പറയും. നിങ്ങൾ ലോകത്ത് കേട്ടിട്ടുണ്ടോ? ആ ബൈക്കുകൾ ചവിട്ടി മറിച്ചിടുക. ബൈക്ക് ചവിട്ടി മറിച്ചിടുക. ഈ ഇലക്ഷൻ നടക്കണമെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ അടച്ചു പൂട്ടണോ? ക്രമസമാധാന നില പാലിക്കലല്ല, ഇത് പ്രകോപിപ്പിക്കലാണ്. മനഃപൂർവ്വം പ്രകോപിപ്പിച്ച് ഉച്ചയ്ക്ക് ശേഷം വരുന്ന UDF വോട്ടേഴ്സിനെ തടുക്കുക. അതിനുവേണ്ടി ഇത്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക. അത് നടന്നുകൊണ്ടിരിക്കുന്നത് തികച്ച പ്രതിഷേധാർഹമാണ്. ഈ CIക്കെതിരെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്. ആളെ വിഷ്വൽ കാണുക, ആൾ നിൽക്കുന്നത്. ഞാൻ വിഷ്വൽ അയച്ചിട്ടുണ്ടല്ലോ, നിങ്ങളെ വിഷ്വൽ കാണുക. വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ജനാധിപത്യ രാഷ്ട്രമല്ലേ? ഇവിടെ ഈ അച്ചാരം പറ്റിയിട്ട്, പിണറായി വിജയന്റെ അച്ചാരം പറ്റിയിട്ട് ചെറ്റത്തരം കാണിക്കുന്നത് എന്നും അവർക്ക് മാത്രം സെല്യൂട്ട് അടിക്കാൻ പറ്റില്ല. എത്ര തോന്നിയാസം കാണിച്ചോണ്ടിരിക്കുന്നത്. ഒരു ജനാധിപത്യ
ഒരാൾക്ക് ഇവിടെ വന്നിട്ട് സ്ലിപ്പ് അടിക്കാൻ പറ്റുമോ? ഈ സിയുടെ അഹങ്കാരം നോക്ക്, ഈ സിയുടെ അഹങ്കാരം നോക്ക്. ഇത്രയും മോശമായിട്ടല്ലേ, ഇത്രയും മോശം ചെയ്തുകൊണ്ടിരിക്കുക. ഈ സിയുടെ അഹങ്കാരം നോക്ക്. ഇത് കൈയടക്കി വെച്ചിരിക്കുക ഈ പോലീസിനെ കൊണ്ട്. ഒരാൾക്ക് കടന്നു പോകാൻ പറ്റുമോ? വെറുതെ പ്രകോപിച്ചോണ്ടിരിക്കുക. ഞങ്ങൾ 700 മീറ്ററിന്റെ അപ്പുറത്താണ് ഞങ്ങൾ ബൂത്ത് കെട്ടിയിട്ടുള്ളത്. ഇവിടെ ഇരിക്കാൻ സമ്മതിക്കില്ല. ഫർണിച്ചർ വിലയാണോ പ്രശ്നം? പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം, അതും EMI സൗകര്യത്തോടു കൂടി. ദുബായ് ഫർണിച്ചർ, ബസ് സ്റ്റാൻഡിന് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി.